ഞാനൊരു വനിതാ സംരംഭകയായിരുന്നില്ലേ? എന്ത് ചെയ്തു നമ്മളെ നിലനിർത്താൻ? നമ്മളിത് ചെയ്യുന്ന ആരും അറിഞ്ഞിട്ടില്ലെന്നാണോ? ബിജി എന്ന് പറയുന്ന വ്യക്തി സംശുദ്ധ ഭക്ഷണത്തിനും ജനങ്ങളുടെ ആരോഗ്യത്തിനുമായിട്ട് ഇവിടെ നിലകൊള്ളാൻ തുടങ്ങിയിട്ട് 2009 തൊട്ട് ഇത്രയും വർഷമായില്ലേ? അവരുണ്ടെന്ന് അറിഞ്ഞിട്ടും കണ്ണടച്ചു. കേരളത്തിലെ ഈ സ്റ്റേറ്റ്, അതായത് AIF എന്ന് പറയും, അഗ്രി ഇൻഫ്രാസ്ട്രക്ചർ ലോൺ, അതായത് നമ്മുടെ ആഫ്റ്റർ ഫാമിംഗ് ആണത്. ആഫ്റ്റർ ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഒരു കർഷകന് കൃഷി ചെയ്ത് കഴിഞ്ഞ് ഉൽപ്പന്നങ്ങൾ സൂക്ഷിക്കാനും അയാളുടെ റോ മെറ്റീരിയലിനെ സൂക്ഷിക്കാനും അത് ഉൽപ്പന്നമായി കൊണ്ടുവരാനും അതിൻ്റെ പാക്കിംഗ് അടക്കമുള്ള സംവിധാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു ലോൺ ഫെസിലിറ്റിയാണ് AIF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു വ്യക്തിക്ക് തന്നാൽ എന്താ കുഴപ്പം? അതൊരു വ്യക്തിക്ക് തരുന്നു. അവരെ നിങ്ങൾ മോണിറ്റർ ചെയ്തോ? അവർക്ക് ആദ്യം ഒരു ട്രയൽ ഒരു ലോൺ കൂടെ. അപ്പം ഞാൻ ഈ ലോണിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ കയ്യിൽ 25 ടൺ നെല്ല് സ്റ്റോക്കുണ്ട്. 25 ടൺ നെല്ലാണ് എൻ്റെ ഈ സ്റ്റോക്കുള്ളത്. എൻ്റെ സ്റ്റോക്കിനെ നിങ്ങൾ ഇതാക്കുക, എന്നിട്ട് അതിനെ കൊളാട്രലാക്കിക്കോ, അല്ലെങ്കിൽ എൻ്റെ സ്റ്റോക്ക് അതൊരു അസറ്റാണല്ലോ. നിങ്ങൾ എനിക്കൊരു ട്രയൽ ഒരു 10 ലക്ഷം രൂപ ആദ്യം, ചെറിയൊരു മിനി യൂണിറ്റ് ഉണ്ടാക്കട്ടെ. ആരും തന്നില്ല, ഒരു ബാങ്കും തന്നില്ല. പിന്നെ ഞാൻ എന്നെ നെഗറ്റീവ് ആക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അധികം പോയിട്ടുമില്ല. അപ്പം സഹകരണ വകുപ്പ് ചേർന്നുകൊണ്ടാണ്, സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ മിനിസ്റ്ററെ കണ്ടു. ശ്രീ VN വാസവനായ സഹകരണ വകുപ്പ് മന്ത്രി എന്നെ എൻ്റെ 16 വയസ്സ് തൊട്ട് അറിയുന്ന ആളാണ്. ഇപ്പം ഇന്നലെയോ മിനിഞ്ഞാന്നോ കണ്ട ഒരു ബിജി അല്ല. കാര്യം ഞാൻ 16 വയസ്സ്, എൻ്റെ 15 വയസ്സ് തൊട്ട് ഞാൻ SFI കോട്ടയം ജില്ലാ കമ്മിറ്റിയിലുണ്ട്. SFIയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന KM ഹിലാലാണ് എന്നെ കല്യാണം കഴിച്ചത്. ഇവരെല്ലാവരും കൂടെ വന്ന് കൂടി കല്യാണം കഴിപ്പിച്ചതെന്നാ, മനസ്സിലായോ? അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണെന്നും ഫ്ലഡ് കഴിഞ്ഞിട്ട് ഞാൻ പ്രതിസന്ധിയിലാണെന്നും 4 കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടാണ് ബ്രാൻഡ് അംബാസിഡർ ബിജി നാച്ചുറൽ എഡിബിൾസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു മുഖമാണ് അല്ലേ? മറുവശത്ത് ഞാൻ ആരാണ്? ഞാൻ 4 മക്കളെ വളർത്താൻ പാടുപെടുന്ന ഒരമ്മയാണ്.